നമ്മൾ എൻ്റെ ഹെയർ കെയർ റൂട്ടീനാണ് കേട്ടോ കാണുന്നത്. നൈറ്റ് ടൈം ഹെയർ കെയർ റൂട്ടീൻ. പിന്നെ എനിക്ക് മേക്കപ്പ് കഴുകി കളയണം. നല്ല ഗ്ലോ 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 ആയിട്ടുണ്ടല്ലേ. പിന്നെ മുടി ഞാൻ എങ്ങനെ നടുക്ക് വകച്ചിലെടുത്തിട്ട് എങ്ങനെയുണ്ട്. പിന്നെ ഞാൻ കണ്ണിന്ന് വാലിട്ട് എഴുതി. കണ്ണെഴുതിയപ്പോൾ തന്നെ കണ്ണിങ്ങനെ നീണ്ടൂലേ. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഈ ഒരു ഡ്രസ്സ് ഇട്ടേക്കുന്ന ഡ്രസ്സ് മാറട്ടെ. എന്തെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാം. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറി വീട്ടിലിടുന്ന കംഫർട്ടബിൾ ഡ്രസ്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരു കാഷ്വൽ വീഡിയോ ആയിട്ട് എടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചൊക്കെ ചെയ്യുന്ന വീഡിയോ ആയിട്ട് എടുത്താൽ മതി. ഈ ഹെയർ സ്റ്റൈൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതാണ്. എഡിറ്റ് ചെയ്തില്ല. ഇന്ന് ഇടേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ടയേർഡായിട്ട് തോന്നുന്നു. എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് ഈ ഹെയർ കെയർ വീഡിയോ ഷൂട്ട് ചെയ്യാന്നുള്ളതല്ല മെയിൻ. മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് ഞാൻ റെസ്റ്റിംഗ് മോഡിലോട്ട് വന്നിട്ട് എനിക്കൊരു ചായ ഇട്ട് കുടിക്കണം. പിന്നെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലുള്ള ആളുകളാണെങ്കിൽ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്യണം. എന്താണെന്ന് അറിഞ്ഞൂടെ, എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ നല്ലോണം റീച്ച് വരുന്നുണ്ട്. കണ്ടൻറ്റ് അപ്പം മുമ്പ് നന്നായിട്ടല്ലേ ഇട്ടിരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ആളുകളോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ കണ്ടൻറ്റ് അവർക്ക് നല്ല റിലേറ്റബിളും യൂസ്ഫുള്ളും ആയിട്ട് ഫീൽ ചെയ്യണമുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലാവണില്ല, ഞാൻ മുമ്പിപ്പോൾ ഇങ്ങനെ അല്ലേ ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഹെയറിൽ എന്തെങ്കിലും ഹെയർ സ്റ്റൈലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പതുക്കെ സമയമെടുത്തിട്ട് അഴിക്കും. കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ മുടി ഇങ്ങനെ കുറച്ചധികം കെയർ ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. നാച്ചുറൽ ഹെയർ തന്നെ. ഞാൻ ഇപ്പോൾ കുറേ നാളായി ഹീറ്റൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മുടി കുറച്ച് ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഞാൻ അതേ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. അത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഹെയർ കെയർ റൂട്ടീനാണ് ഞാൻ ചെയ്യാറുള്ളത്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നുമല്ല. അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കൂടി കാണിച്ചു കഴിയുമ്പോൾ എൻ്റെ മുടി അങ്ങ് ഭയങ്കര പൊന്തും. ഇനി ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ മുടി ഒന്ന് ഞാൻ കോംബ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ ഉള്ള മുടി ഞാൻ കോംബ് ചെയ്യാത്ത മുടിയാണ്. ഇന്നലെ ഇന്നലെ വൈകുന്നേരം ഞാൻ കുളിച്ചിട്ട് മുടി ഞാൻ ഇങ്ങനെ ബ്രെയ്ഡ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ മുടിയുമ്പോൾ ചീപ്പ് അങ്ങനെ ചെയ്തിട്ടില്ല. ഇവിടെ എങ്ങാനും ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റാക്കാൻ ചീവിന്നല്ലാണ്ട് മൊത്തത്തിൽ മുടി ചീവിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുടി ചീകാൻ പോവാണ്. പിന്നെ ഞാൻ മുടി ചെയ്യുമ്പോഴേക്കും നനഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ഒരു നനവ് ഉള്ള മുടിയിലാണ് ഞാൻ ചീവാറുള്ളത്. നിങ്ങളുടെ എൻ്റെ പോലത്തെ മുടിയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള മുടിയിലും ചീപ്പ് കൊണ്ട് ചീവാണ്ടിരിക്കുക. ചീവി കഴിഞ്ഞ് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ പൊട്ടും ഭയങ്കരമായിട്ട്. നമുക്കിങ്ങനെ പൊട്ടി നിൽക്കില്ല, അങ്ങനെ പൊട്ടും. നിങ്ങളുടെ കേളി ഹെയർ ആണ്, വേവി ഹെയർ ഒക്കെ ആണെങ്കിലാണ് കൂടുതൽ അങ്ങനെ ഉണ്ടാവുന്നത്. സ്ട്രെയിറ്റ് ഹെയറിന് ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ഫ്രിസ് വരും നമ്മൾ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള മുടി ചീവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് മുടിയും ഒരു ശകലം എണ്ണയല്ല ശകലം എന്തെങ്കിലും ലൂബ്രിക്കേഷൻ ഇട്ടിട്ട് കോംബ് ചെയ്യാം. വെള്ളം നനയ്ക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരുപാട് വെള്ളം നനയ്ക്കാമെന്നല്ല കേട്ടോ. കൂടെ എൻ്റെ കമ്മൽ ഊരി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ കണ്ടോ, ജസ്റ്റ് ഞാൻ കുറച്ച് മാത്രമാണ് ഇങ്ങനെ ഒരു ചെറിയൊരു നനവുണ്ടാവണം. ചെറിയ ഒരു നനവ് നമുക്ക് മുടിയിലുണ്ടാവണം. ഓക്കെ. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും മുടി ഒന്ന് ചെറുതായിട്ട് നനവ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ വൈറ്റ് ടൂത്ത് കോംബ് എടുക്കും. എന്നിട്ട് മുടി ചീവി കൊടുക്കും. ഓക്കെ. അപ്പോൾ ഞാൻ എന്നിട്ട് ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഞാൻ ചീവിയപ്പോൾ മുടി ഇങ്ങനെ പൊന്തി വന്നില്ലല്ലോ. എന്തെങ്കിലും ഒരു ചെറിയൊരു നനവോ ലൂബ്രിക്കേഷനോ ഉണ്ടെങ്കിൽ മുടി അങ്ങനെ പെട്ടെന്ന് ഫ്രിസി ആവത്തില്ല, പൊട്ടി പോകത്തുമില്ല. അപ്പോൾ ആദ്യമേ ഇങ്ങനത്തെ വൈറ്റ് ടൂത്ത് കോംബ് വെച്ചിട്ട് തന്നെ ചീവുക കേട്ടോ. മൈക്കിൽ കൊള്ളുന്നുണ്ടോ? പിന്നെ ഇതുണ്ടല്ലോ, പിന്നെ ഈ ഹെയർ കെയർ റൂട്ടീൻ ഞാനങ്ങനെ ആർക്കും സജസ്റ്റ് ചെയ്യുന്ന ഹെയർ കെയർ റൂട്ടീൻ അല്ല. ഞാൻ ചെയ്യുന്നത് എന്താണോ അത് ഞാൻ കാണിക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. കാരണം ഓരോരുത്തരുടെ ഹെയർ ഒക്കെ വ്യത്യാസമാണ്, ടൈപ്പ് വ്യത്യാസമാണ്. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യണത് ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നില്ല. പിന്നെ ഞാൻ സ്കാൽപ്പ് ഈ ഒരു കോംബോ വെച്ചിട്ട് പറഞ്ഞില്ലല്ലോ, ഈ ഒരു കോംബോ വെച്ചിട്ട് ചെയ്യും. ഇത് വെറ്റായിട്ടുള്ള ഹെയർ കോംബ് ചെയ്യാനായിട്ടുള്ള മുടി ചീപ്പാണ് കേട്ടോ. ഞാൻ ഡ്രൈ ആയിട്ടൊക്കെ ചെയ്യാറുണ്ട്. വെറ്റായിട്ട് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഇത് ഭയങ്കര ഫ്ലെക്സിബിളാണ് കേട്ടോ. അങ്ങനെ ഫ്ലെക്സിബിൾ ആകുമ്പോൾ നമ്മുടെ മുടിക്ക് അത്ര ഡാമേജ് ഉണ്ടാക്കില്ല. ഇത് വെച്ചിട്ട് എനിക്കിങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ എൻ്റെ മുടിക്ക് ഇങ്ങനെ പാകമായിട്ടുള്ള ചീപ്പാണെന്ന് എനിക്ക് തോന്നും. സാധാരണ ചീപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടിയുടെ തലയുടെ അകത്ത് കൊള്ളത്തില്ല. ഇത് പക്ഷേ തലയുടെ അകത്ത് ഇങ്ങനെ കൊള്ളുമ്പോൾ ഭയങ്കര സുഖം.
ഇങ്ങനെ സ്കാൽപ്പ് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഇത് സോഫ്റ്റും അല്ലേ, അപ്പോൾ ഇങ്ങനെ കുളിര് വരുന്നത് അതേപോലെ ഭയങ്കര രസമാണ്. പിന്നെ ഉണ്ടല്ലോ ഒരുപാട് സമയം അങ്ങ് ചീവണ്ട കേട്ടോ, എത്ര രസമുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെപ്പോഴും ഒത്തിരി സമയം മുടി ചീവാത്തതാണ് നല്ലത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യണത്, മുടി ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം പക്ഷെ അത്ര കണ്ടങ്ങനെ ഡ്രൈ അല്ല, നമുക്കിങ്ങനെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ, അത്ര അങ്ങനെ ഒരു ഡ്രൈനെസ് ഇല്ല. ഇങ്ങടേക്ക് തുമ്പിലോട്ട് വരുമ്പോൾ ആ കളറിൻ്റെ ഡ്രൈ ഉണ്ട്, പക്ഷെ ഇങ്ങടേക്ക് വരുമ്പോഴും എൻ്റെ ഒറിജിനൽ മുടിയ ഒരു ഹെൽത്തി മുടിയാണ് ഇങ്ങോട്ടേക്ക്, താഴത്തോട്ട് വരുമ്പോഴാണ് പൊട്ടമുടി. അപ്പോൾ അതുകൊണ്ട് അത്ര അങ്ങോട്ട് പ്രശ്നം മേളിലോട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ വീഡിയോ പർപ്പസിനായിട്ട് ഞാൻ കാണിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഡ്രൈ ആണെങ്കിൽ ഞാൻ ഈ സ്റ്റെപ്പ് ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ കുറച്ചൊരു ഡ്രൈ ട്രിപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ഒരു ലീവ് ഇൻ കണ്ടീഷണർ എടുക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് ഈ ലീവ് ഇൻ കണ്ടീഷണറാണ് കേട്ടോ. രാത്രി ആയതുകൊണ്ട് ലൈറ്റൊന്നും ഇത് ഷിയ മോയ്സ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഫോക്കസ് ഓക്കെ, ഇത് ഷിയ മോയ്സ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ലിവ് ഇൻ കണ്ടീഷണറാണ്. ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തതിൽ എൻ്റെ ഹെയർ ടൈപ്പിന് ചേരണത് എന്ന് തോന്നിയിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ അത്. ഞാൻ ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടെന്ന് എനിക്ക് അറിയുണ്ടായിരുന്നില്ല. നിങ്ങളിപ്പോൾ ആരെങ്കിലും എൻ്റെ പോലത്തെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു ബ്രാൻഡാണ് ഷിയ മോയ്സ്ചർ. ഇതിൻ്റെ ഷാമ്പും കണ്ടീഷണറും ഞാൻ യൂസ് ചെയ്യേണ്ടത് സ്പോൺസർഡ് ചെയ്യുന്നതല്ല. ഓക്കെ, എനിക്ക് പക്ഷേ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഷാമ്പു നിങ്ങൾ ഓയിലി സ്കാൽപ്പുള്ളവരാണെങ്കിൽ നോക്കിയാൽ വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം ഇതിങ്ങനെ സെറ്റാഫിലിൻ്റെ ക്ലെൻസർ ഇല്ല, അതുപോലെ ഇങ്ങനെ ഒട്ടും പതയില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര മോയ്സ്ചർ ചെയ്യണ പോലെ. ഇപ്പം എൻ്റെ മുടിയുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുളിച്ചൊരു 4-3 ദിവസമൊക്കെ ആകുമ്പോഴാണ് മുടിയിൽ നിന്ന് നാച്ചുറൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അത്രയും ഡ്രൈ ആയിട്ടുള്ള ഹെയർ. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുമ്പോഴേക്കും ഒന്നും കൂടി ഡ്രൈ ആക്കും മുടി. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് ഇങ്ങനത്തെ ഭയങ്കര ജെൻറ്റലായിട്ടുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കണം, നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ലീവ് ഇൻ കണ്ടീഷണർ ആട്ടോ എടുക്കണേ. ഇത് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഒരു 1 month ആയിട്ട് യൂസ് ചെയ്യേണ്ടത്, എന്നിട്ടും ഇത് ഇത്രയും തന്നെ ഇരിപ്പുണ്ട്. എന്താ ഇതെന്തോരം എടുക്കണേന്ന് വെച്ചാൽ ഇത്രയും എടുക്കാറുള്ളൂ. ഇത് ഞാൻ നോർമലി കുളി കഴിഞ്ഞിട്ട് യൂസ് ചെയ്താലും ഇത്ര തന്നെയാണ് കേട്ടോ എടുക്കാറ്. എന്നിട്ടിതേ കണ്ടോ, എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്യും. വെള്ളം മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇങ്ങനെ ഈ ഒരു ക്ലങ് അങ്ങനത്തെ ഒരു ഇത് വരണം. എന്നിട്ട് നമ്മളിങ്ങനെ ഇട്ട് നല്ലോണം ഇങ്ങനെ പതപ്പിച്ചിട്ട് നമ്മുടെ ഈ ഇത്തിരി കൂടി വെള്ളം ഒഴിക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു നമ്മുടെ ക്ലെൻസിങ് മിൽക്കിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ടാണ് നമുക്ക് ഈ ഒരു ഇത് വരേണ്ടത് കണ്ടോ. എന്നിട്ട് മുടിയുടെ ഈ ഒരു ഹാഫ് പോർഷനിലോട്ടാണ് ഞാൻ ഇടുന്നുള്ളൂ. കാരണം മേളിലോട്ട് അത്ര കണ്ട് എനിക്ക് വേണ്ട. വേണമെങ്കിൽ തന്നെ കണ്ടോ, അതെ എപ്പോഴും എൻ്റെ കയ്യിൽ അതുണ്ട്. വേണമെങ്കിൽ തന്നെ ഇവിടെ ശകലം ഇവിടെ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ ഈ പിറകുവശത്തൊക്കെ നമ്മൾ കിടക്കുമ്പോൾ ഇവിടെയൊക്കെ ആകുതാവും. അപ്പോൾ അവിടത്തേക്ക് വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുക്കണേ. പിന്നെ നിങ്ങൾ ഒരുപാട് ലീവ് ഇൻ കണ്ടീഷണർ യൂസ് ചെയ്യരുത്. ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ബിൽഡപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഉപയോഗിക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഇമൾസിഫൈ ചെയ്യാൻ അത്ര താല്പര്യമില്ല, അങ്ങനെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ മുടിയുമ്മൽ വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കാരണം അങ്ങനെ ഒത്തിരി നമ്മുടെ മുടിയിൽ വെറ്റായിട്ടിരിക്കുവാണെങ്കിൽ മുടിയുമ്മ ചീത്ത മണം വരും, പിന്നെ കായ വരും. കായ വന്നു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് ടൂ മച്ച് നനയ്ക്കരുത്. ഇപ്പം എൻ്റെ മുടി നിങ്ങൾക്ക് കണ്ടോ, ചീകുമ്പോഴേക്കും വെള്ളം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ, നനവുണ്ടെന്ന്? ഇല്ലല്ലോ. എന്നാന്ന് ഒതുങ്ങിയിരിക്കാല്ലേ, ആ ഒരു പരിവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെൻ്റെ എക്സ്ട്രീംലി ഡ്രൈ ഹെയർ ആയതുകൊണ്ടും മുടിയുമ്മൽ ഈ ലിവ് ഇൻ കണ്ടീഷണർ ഒന്നും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും എൻ്റെ മുടിക്ക് ഏക്കത്തില്ല. പക്ഷെ കുറച്ച് സെറ്റാവും, പക്ഷെ എന്നാലും എൻ്റെ മുടിക്ക് ഒരു ഇതിൽ നിന്നും ഭയങ്കര അങ്ങോട്ട് മോയ്സ്ചർ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാനൊരു ഓയിലും കൂടി യൂസ് ചെയ്യും. ഇത് അൻവയ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഓർഗാനിക് ഒഹോബ ഓയിലാണ് കേട്ടോ. കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള ഹോബ ഓയിലാണ്. ഈ ഒരു ഓയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഓയിൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ്. നമ്മുടെ നാച്ചുറൽ സിബം ഇല്ലേ, നമ്മുടെ തലയിലുള്ള നാച്ചുറൽ സിബത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇമിറ്റേറ്റ് ചെയ്യണ ഒരു ഓയിലായത്. എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുണ്ടാവണത്, ഇപ്പം എൻ്റെ മുഖത്തൊക്കെ ഒരു ഓയിൽ കണ്ടോ, ഈ ഒരു ഓയിലിൻ്റെ അതേ കൺസിസ്റ്റൻസിയാണ് ഇതിനുണ്ടാവുക. ഇപ്പോൾ ഞാൻ കയ്യിലിട്ടപ്പോഴും ഒരുപാട് അങ്ങനെ ടൂ മച്ച് ഓയിലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. എന്നിട്ട് ഇത് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ ആരും ഇത് ഇമിറ്റേറ്റ് ചെയ്യണ്ട, ഞാനിത് സ്കാൽപ്പിലിടും. എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ
എനിക്ക് ഭയങ്കര ഡ്രൈ സ്കാൽപ്പൊക്കെ ഫീൽ ചെയ്യും. ഇതിടുമ്പോഴേക്കും അങ്ങനെ ഡ്രൈ സ്കാൽപ്പ് തോന്നത്തില്ല. രാവിലെ ആകുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മുടിയായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ തന്നെ ഇങ്ങനെ കാണിച്ചപ്പോൾ എൻ്റെ മുടി പൊങ്ങി. നിങ്ങൾക്കപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അത്രയും എൻ്റെ ഡ്രൈ മുടി എന്നല്ല, കോഴ്സ് ആയിട്ടുള്ള എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഹെയർ ഉള്ളതുകൊണ്ട് എൻ്റെ മുടിക്ക് ആ ഒരു ചായ്വുള്ള മുടിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഇങ്ങനെ ഇട്ടിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ഇത് ഭയങ്കര നമ്മൾ എണ്ണ ഇട്ടാണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എണ്ണ ഇട്ട പോലത്തെ എഫക്റ്റ് ഉണ്ടെന്ന്? എണ്ണ ഇട്ട പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി ഹോബ ഓയിൽ എടുത്തിട്ട് എൻ്റെ ഈ പോർഷനിൽ ഇട്ട് കൊടുക്കുക. കാരണം ഇവിടെ എനിക്ക് പുറമേ ഉള്ള മുടിയാണ് എനിക്ക് ഭയങ്കര കോഴ്സ് ആയിട്ടുള്ള ഹെയർ. അകത്തുള്ള മുടി കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഹെയറാണ് ഈ അകം ഭാഗത്ത്. പുറം ഭാഗത്താണ് കുറച്ചിങ്ങനെ ഒരു കട്ടിയുള്ള മുടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറം ഭാഗത്ത് മാത്രം എണ്ണ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് വളരെ 1, 2, 3, 4 ഡ്രോപ്പ് മാത്രം. ഇനി നമ്മൾ നൈറ്റ് ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ പോണത്. എന്നിട്ട് ഞാൻ ഈ തുമ്പ് ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. അത്രമാത്രം. ഈ തുമ്പുണ്ടല്ലോ, ഈ തുമ്പ് നമ്മൾ കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഉരയ്ക്കരുത്. മുടി നിങ്ങൾ ഉറങ്ങുമ്പോൾ സെക്യൂർ ആണെന്ന് വിചാരിക്കണം. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഇതിൻ്റെ നെക്സ്റ്റ് ഡേ എങ്ങനെ ഉണ്ടെന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റ് മുടിയിലുള്ള ബ്രീഡ്സൊക്കെ കളഞ്ഞിട്ടുള്ളതാണേ. നമ്മളിത് ഇത്രയും സംഗതികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ സോഫ്റ്റ് കേൾസൊക്കെ വന്ന് ഭയങ്കര രസമായിട്ടാണ് കിടക്കുന്നത്. എനിക്ക് ഈ ഒരു റുട്ടീൻ ഇപ്പോൾ എനിക്ക് കറൻ്റ്ലി എനിക്കിത് നല്ലോണം വർക്ക് ചെയ്യുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.